ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമാണോ? നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. ഇപ്പോൾ നല്ല ഫ്രഷ് പുതിനയില കിട്ടി, ഒരു കെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിനയില ബിരിയാണിയാണ് ഞാൻ ഈ വ്ളോഗിൽ കാണിക്കുന്നത്. അപ്പോൾ പുതിനയില ആ ഒരു കെട്ട് മുഴുവൻ അരച്ച് ചേർത്തുള്ള ബിരിയാണിയാണ്. നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് മുഴുവനായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യമേ കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ചേർത്തും ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതിയാവും. ഇപ്പം എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടായുള്ളൂ, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ നെയ്യും ചേർത്തു. അത് ചൂടായി തന്നെ പട്ട, ഗ്രാമ്പ്, ഏലക്കായ ചേർക്കാം ആവശ്യത്തിന്. ഞാൻ 2.5 ഗ്ലാസ് അരിയിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ കാഷ്യൂനട്ട് മുന്തിരിയും കൂടി ചേർത്തു, കുറച്ച് പീനട്ട്സും കൂടി ചേർത്ത്. പീനട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല, ഓപ്ഷണലാണ്. അപ്പോൾ അത് ചേർത്ത് ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കൂടെ സവാള ചേർക്കുക. 2 സവാള നീളത്തിൽ അരിഞ്ഞ് അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റണം. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റണം. അപ്പോൾ അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്കത് വഴറ്റിയെടുക്കാനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടി ചേർത്തു. ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ചേർത്ത്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും. ക്യാരറ്റ് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഇപ്പം ഞാനിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബിരിയാണി ആയതുകൊണ്ട് ഞാൻ ഇതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റും കൂടി ചെറിയ കുഞ്ഞു കഷ്ണങ്ങളാക്കി ചേർത്ത് അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പം അത് വഴറ്റി കഴിഞ്ഞാൽ തന്നെ ഞാൻ ചെറുതായിട്ട് വഴറ്റിയാൽ മതിയാവും. അത് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതിനാവശ്യമുള്ളത് ചതച്ചെടുത്ത് അതും കൂടി ചേർത്ത് വഴറ്റണം. അതിൻ്റെ പച്ചമണം മാറിയത് തന്നെ ഞാൻ നേരത്തെ കാണിച്ച പുതിനയില അത് മുഴുവൻ അരച്ചപ്പം ഇത്രയേ ആയുള്ളൂ. അപ്പോൾ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് ആ പുതിനയില ചേർത്തു. ആ പുതിനയില അരയ്ക്കുമ്പോൾ കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് അരച്ചാൽ അതിൻ്റെ പച്ച കളർ മാറാതെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത് അതും കൂടി നന്നായിട്ട് വഴറ്റി പേസ്റ്റ് പച്ചമണം മാറിയതും തന്നെ വെള്ളം 2.5 ഗ്ലാസ് അരിക്ക് ഞാൻ 5 ഗ്ലാസ് വെള്ളം ചേർത്തു. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറഞ്ഞു ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. വെള്ളത്തിൽ ഒരു പൊടിക്ക് ഉപ്പ് കൂടുതലായിരിക്കണം. അപ്പം അതിൽ കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന അരി ഞാൻ ചേർത്തു. 2.5 ഗ്ലാസ് അരി ചേർത്തു. പിന്നെ 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്തു. പുതിനയില അരയ്ക്കുമ്പോൾ 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരി ചേർത്ത് പിന്നെ 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കുക്കർ ആ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ കുക്കർ അടച്ച് വയ്ക്കുക. ഗ്യാസ് മേളിൽ വരുമ്പോൾ വെയിറ്റ് ഇടുക. വിസിൽ വരാൻ പാടില്ല. നന്നായിട്ട് ഏറ്റവും കുറഞ്ഞ സിമ്മിൽ വെക്കണം. വെച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് വെച്ച് വിസിൽ വരാൻ സമയമാകുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചാൽ അതിൻ്റെ ഗ്യാസ് മുഴുവൻ പോയി കഴിഞ്ഞിട്ട് തുറക്കാം. കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡിയായി. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പുതിനയില മുഴുവൻ അരച്ച് ചേർത്തുകൊണ്ടാണ് ബിരിയാണിക്ക് ഈ കളർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പുതിനയില ബിരിയാണിയാണ്. നിങ്ങൾ ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. എല്ലാവർക്കും, കുട്ടികൾ തുടങ്ങി വലിയവർ വരെ പ്രായമായവർ വരെ എല്ലാവർക്കും കഴിക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ദഹനക്കുറവോ ഒന്നും വരില്ല, പെട്ടെന്ന് ദഹിക്കാവുന്ന നല്ലൊരു ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ടാണ് ഞാൻ ഇതിൽ വീഡിയോ ഇടുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ഒരു തവണ ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. ഇപ്പോൾ ക്യാരറ്റ് ഞാൻ ചേർത്തതും പീനട്ട്സ് ചേർത്തതും ഹെൽത്തിന് നല്ലതായതുകൊണ്ട് ഞാൻ ചേർത്തതാണ്. അത് ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. മെയിനായിട്ട് ഇതിന് പുതിനയില കൂടുതൽ വേണം. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് അരച്ച് ചേർത്തിട്ടുണ്ട്. ഇത് ബിരിയാണി ആയതുകൊണ്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തു. അപ്പം നിങ്ങളെല്ലാവരും പുതിനയില ബിരിയാണി ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറ് കട്ട പിടിക്കാതെ കുഴഞ്ഞു പോകാതെ നമുക്ക് എടുക്കാം. ഇതിൻ്റെ കൂടെ തൈര് സാലഡും കൂടി കൂട്ടി കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു.